ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പഴുവിൽ സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 11-അംഗ ഗുണ്ടാ സംഘം അറസ്റ്റിലായി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥന് ജന്മനാടിന് അന്ത്യാഞ്ജലി. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതിഭ. നമസ്കാരം. വാർത്തകൾ വിശദമായി. ഉപതെരഞ്ഞെടുപ്പ് നടന്ന മണ്ഡലങ്ങളിൽ വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. ചേലക്കര മണ്ഡലത്തിലെ വോട്ടെണ്ണൽ ചെറുതുരുത്തി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലാണ്. വോട്ടിംഗ് മെഷീനുകൾ ഇവിടെയാണ് സൂക്ഷിച്ചിട്ടുള്ളത്. ഗവൺമെന്റ് വിക്ടോറിയ കോളേജിലാണ്. പാലക്കാട് മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കുക. വയനാട് മണ്ഡലത്തിലെ വോട്ടെണ്ണലും ശനിയാഴ്ച നടക്കും. പോളിംഗ് കണക്കുകളിൽ പ്രതീക്ഷയർപ്പിച്ച മുന്നണികൾ വിജയപ്രതീക്ഷയിലാണ്. രാവിലെ ആരംഭിക്കുന്ന വോട്ടെണ്ണലിൽ ഉച്ചയ്ക്ക് മുൻപ് വിജയിയെ അറിയാനാകും. ചാഴൂർ കുറുമ്പിലാവ് സിപിഐ ലോക്കൽ കമ്മിറ്റി ഓഫീസ് തല്ലി തകർക്കുകയും ലോക്കൽ സെക്രട്ടറിയുടെയും ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റിന്റെയും വീട് ആക്രമിച്ച് ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്ത കേസിൽ 11-അംഗ ഗുണ്ടാ സംഘത്തെ ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതികളായ പഴുവിൽ സ്വദേശി ചെമ്മാനി വീട്ടിൽ ഉണ്ണിമോൻ എന്ന രഞ്ജിത്ത്, കോളുപുരയ്ക്കൽ ദിനേശ്, വലിയപറമ്പിൽ വീട്ടിൽ അമൽരാജ്, പൊറ്റേക്കാട്ട് വീട്ടിൽ മണികണ്ഠൻ, എടത്തിരുത്തി സ്വദേശി കൊണ്ടപ്രശ്ശേരി വീട്ടിൽ രോഹൻ, പുള്ളു സ്വദേശി ചെറുവള്ളിക്കാട്ടിൽ ശരത്ചന്ദ്രൻ, താന്യം സ്വദേശികളായ ഏങ്ങാട്ടി വീട്ടിൽ അനന്തകൃഷ്ണൻ, താന്യം സ്വദേശി ചിറയത്ത് ശ്രീകുട്ടൻ, കാട്ടൂർ സ്വദേശി തോട്ടപ്പള്ളി അജീഷ്, കയ്പമംഗലം സ്വദേശികളായ പുത്തൂർ വീട്ടിൽ സൂരജ്, പഴൂപ്പറമ്പിൽ അർജുൻ എന്നിവരെയാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി കെ.ജി. സുരേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തത്. ആക്രമണത്തിന് ശേഷം ഒളിവിൽ പോയ പ്രതികളെ കയ്പമംഗലം, കാട്ടൂർ, പഴുവിൽ എന്നിവിടങ്ങളിൽ നിന്നാണ് പിടികൂടിയത്. പഴുവിൽ ക്ഷേത്രത്തിലെ ഷഷ്ടി ആഘോഷത്തിനിടെയുണ്ടായ പ്രശ്നങ്ങളെ തുടർന്ന് പോലീസ് കേസെടുത്തതിൽ പ്രതിയായ യുവാവ് കഴിഞ്ഞ ദിവസം ആത്മഹത്യ ചെയ്തിരുന്നു. ഇതിൽ പ്രകോപിതരായ മറ്റു പ്രതികൾ ക്ഷേത്രം ഭാരവാഹികളുടെ വീടിന് നേരെ ആക്രമണം നടത്തുകയും പാർട്ടി ഓഫീസ് തല്ലി തകർക്കുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു. പ്രതികളെല്ലാം സ്ഥിരം ക്രിമിനലുകളും മയക്കുമരുന്നിനും മദ്യത്തിനും അടിമകളുമാണെന്ന് പോലീസ് പറഞ്ഞു. ക്ഷേത്ര ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന ഒരു ചെറിയ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ചാഴൂർ പ്രദേശത്തെ ഗുണ്ടാ സംഘങ്ങൾ നിയമം കയ്യിലെടുത്ത് ആ അമ്പലക്കമ്മിറ്റി ഭാരവാഹികളുടെയും അതുപോലെ തന്നെ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് അടിച്ചു തകർത്ത സംഭവം ഉണ്ടായി. ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ആ പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, അവരെ സഹായിച്ച് ഒളിവിൽ പോകുന്നതിനും ഒളിവിൽ പാർപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അവർക്ക് വാഹന സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്ത മുഴുവൻ പ്രതികളെയും അറസ്റ്റ് ചെയ്യുന്നതിനും ഈ സംഘങ്ങൾക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായി BNS-ലെ പുതിയ സെക്ഷനുകൾ പ്രകാരമുള്ള വകുപ്പുകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളതും. പ്രതികളെ സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. അന്തിക്കാട് SHO കെ അജിത്ത്, SI-മാരായ P ജയകൃഷ്ണൻ, A അരുൺകുമാർ, KJ ജോസി, ASI സൂരജ് വി ദേവ്, സീനിയർ CPO-മാരായ ES ജീവൻ, CG ധനേഷ്, സോണി സേവ്യർ, CPO-മാരായ KS ഉമേഷ്, സുർജിത് സാഗർ, VS അനൂപ്, KV ഫെബിൻ, MM മഹേഷ് എന്നിവർ പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. TCV ന്യൂസ്, കയ്പമംഗലം. അന്തരിച്ച നടൻ മേഘനാഥന് വിട നൽകി ജന്മനാട്. പിതാവ് ബാലൻ കെ നായരും സഹോദരൻ അജയനും ഉൾപ്പെടെ അന്ത്യവിശ്രമം കൊള്ളുന്ന തറവാട്ട് വീട്ടിലെ സ്മൃതി കുടീരങ്ങൾക്കരികിലായാണ് മേഘനാഥനും അന്ത്യവിശ്രമം ഒരുക്കിയത്. അവസാനമായൊരു നോക്ക് കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനും നിരവധി പേരാണ് ഷൊർണൂരിലെ തറവാട്ട് വീട്ടിലെത്തിയത്. മുൻമന്ത്രി AK ബാലൻ, MLA-മാരായ P മമ്മിക്കുട്ടി, മുഹമ്മദ് മുഹസിൻ, ചലച്ചിത്ര താരങ്ങളായ സിജു വിൽസൺ, കോട്ടയം നസീർ, സീമാജി നായർ തുടങ്ങി വിവിധ രാഷ്ട്രീയ സംഘടനാ നേതാക്കളും മേഘനാഥന് അന്തിമോപചാരം അർപ്പിച്ചു. ചലച്ചിത്ര നടന്മാരായ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി എന്നിവർ മേഘനാഥന്റെ നിര്യാണത്തിൽ അനുശോചനമറിയിച്ചു. കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിൽ കഴിഞ്ഞ 2 ആഴ്ചയായി ശ്വാസകോശ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ചികിത്സയിലിരിക്കെ വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു അന്ത്യം. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതിഭ. എണ്ണം പറഞ്ഞ വില്ലൻ കഥാപാത്രങ്ങളെ മലയാളികൾക്ക് സമ്മാനിച്ച നടനായിരുന്നു മേഘനാഥനെന്ന നാട്ടുകാരുടെ പ്രിയപ്പെട്ട ഉണ്ണി. ആയിരത്തി 1953 അച്ഛന്റെ പാത പിന്തുടർന്ന് മേഘനാഥൻ അഭിനയ രംഗത്തെത്തുന്നത്. അച്ഛൻ ബാലൻ കെ നായരുടേതുപോലെ വില്ലൻ വേഷങ്ങളിലൂടെയായിരുന്നു മേഘനാഥനും ശ്രദ്ധിക്കപ്പെട്ടത്.
ഒരു ദാക്ഷിണ്യവുമില്ലാതെ തൻ്റെ സഹോദരിമാരെ ഉപദ്രവിക്കുന്ന ഈ പുഴയും കടന്നിലെ രഘുവും, ഒരു മറവത്തൂർ കനവിലെ ഡ്രൈവർ തങ്കപ്പനും, ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ തിമ്മയ്യയുമെല്ലാം മേഘനാഥൻ അവിസ്മരണീയമാക്കിയ വില്ലൻ കഥാപാത്രങ്ങളാണ്. സുപ്രസിദ്ധ സംഗീത സംവിധായകൻ, നാടകകൃത്ത്, നടൻ, ബഹുമുഖ പ്രതിഭ, ആട്ടക്കാരെ പോലെ വലിഞ്ഞേറി വന്നല്ല എന്റെ അമ്മ. നാട്ടുകാരുടെ ഈ തള്ളയുടെ മുന്നിൽ വെച്ച് താലി കെട്ടിക്കൊണ്ടുവന്നതാ. നായകന്മാർക്കൊപ്പം ഒപ്പത്തിനൊപ്പം നിന്ന് ആസ്വാദകനിൽ ഭീതിയും വെറുപ്പും സൃഷ്ടിക്കാൻ മേഘനാഥന്റെ വില്ലൻ കഥാപാത്രങ്ങൾക്ക് കഴിഞ്ഞു. പിന്നീട് ക്യാരക്ടർ റോളുകളിലേക്ക് ചുവടുമാറ്റം നടത്തിയപ്പോൾ അഭിനയ പാടവം കൊണ്ട് കാഴ്ചക്കാരുടെ കണ്ണിനെ ഈറനണിയിക്കാനും അദ്ദേഹത്തിന് സാധിച്ചു. ആക്ഷൻ ഹീറോ ബിജുവിലെ രാജേന്ദ്രൻ എന്ന കഥാപാത്രം ഒരു വിങ്ങലായി ആസ്വാദകന്റെ ഹൃദയത്തിൽ ഇടം പിടിക്കുന്നതാണ്. സ്ഥിരം വില്ലൻ വേഷങ്ങളിലൂടെ മാത്രം കണ്ട മേഘനാഥൻ എന്ന നടന്റെ അത്ഭുത പ്രകടനമായിരുന്നു അത്. റിയലിസ്റ്റിക് ആയിട്ടായിരുന്നു രാജേന്ദ്രന്റെ റോൾ മേഘനാഥൻ അഭിനയിച്ചത്. സൺഡേ ഹോളിഡേയിലെ SI ഷഫീഖ്, ആദിയിലെ മണിയണ്ണൻ, കൂമനിലെ SI സുകുമാരൻ തുടങ്ങി ഒരു പിടി നല്ല കഥാപാത്രങ്ങളെയും മലയാള സിനിമയ്ക്ക് അദ്ദേഹം സമ്മാനിച്ചു. ഈ നാട്ടിലെ കുത്തും വെട്ടുമൊക്കെ പറഞ്ഞു തീർത്തിരുന്നത് ഞങ്ങളുടെ അപ്പൻ തോമാച്ചന്റെ കാലത്തൊക്കെ ഞങ്ങളുടെ വീട്ടിൽ തന്നെയാ. എന്ന് വെച്ചാ ഞങ്ങളുടെ വീടായിരുന്നു ഇവിടുത്തെ ആദ്യത്തെ പോലീസ് സ്റ്റേഷൻ. ആ ശല്യം ഒന്ന് വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ അപ്പച്ചൻ ഓടി നടന്ന് സ്വാധീനം ചെലുത്തിക്കൊണ്ടുവന്നതാ ഈ പോലീസ് സ്റ്റേഷൻ. അഭിനേതാവിനോടൊപ്പം മികച്ച കർഷകനും ഷൊർണൂരിലെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്ക് ഉടമയും കൂടിയായിരുന്നു മേഘനാഥൻ. കൾച്ചറൽ ഡെസ്ക്, TCV. കൊടകരയിൽ വയറിംഗ് ജോലിക്കിടെ ഇലക്ട്രീഷ്യൻ ഷോക്കേറ്റ് മരിച്ചു. വാസുപുരം വീട്ടിച്ചോട് തെക്കൂട്ട് വീട്ടിൽ 44 വയസ്സുള്ള സലീഷാണ് മരിച്ചത്. കൊടകര തിരുത്തൂരിൽ ജോലി ചെയ്യുന്നതിനിടെ ഉച്ചയോടെയാണ് സംഭവം. ഉടൻ കൊടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടകര പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. കോൺഗ്രസ് എടത്തിരുത്തി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ എടത്തിരുത്തി പഞ്ചായത്ത് ഓഫീസിന് മുൻപിൽ ഏകദിന ഉപവാസ സമരം നടത്തി. പഞ്ചായത്ത് പ്രദേശത്തെ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കുക, കുടിവെള്ളക്ഷാമം പരിഹരിക്കുക, സ്ട്രീറ്റ് ലൈറ്റുകൾ പ്രവർത്തനക്ഷമമാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു സമരം. കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ഇൻഷാദ് വലിയകത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ ഉപവാസ സമരം KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം അനിൽ അക്കര ഉദ്ഘാടനം ചെയ്തു. DCC സെക്രട്ടറിമാരായ CS രവീന്ദ്രൻ, CC ബാബുരാജ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീല വിശ്വംഭരൻ, നേതാക്കളായ KK രാജേന്ദ്രൻ, TK പ്രകാശൻ തുടങ്ങിയവർ സംസാരിച്ചു. പിടികിട്ടാപ്പുള്ളി 26 വർഷത്തിന് ശേഷം കാട്ടൂർ പോലീസിന്റെ പിടിയിലായി. എടക്കുളം സ്വദേശി കണിച്ചായ് വീട്ടിൽ പിയൂസാണ് മുംബൈ വടേല ഈസ്റ്റിൽ നിന്ന് കാട്ടൂർ പോലീസിന്റെ പിടിയിലായത്. 1998-ൽ പൂമംഗലം സ്വദേശി മണക്കോടൻ വീട്ടിൽ രാജേഷ് എന്നയാളെ വെട്ടിപ്പരിക്കേൽപ്പിച്ച കേസിലെ പ്രതിയാണ് ഇയാൾ. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ഇൻസ്പെക്ടർ ER ബൈജു, ASI അസീസ്, സിവിൽ പോലീസ് ഓഫീസർ ജിതേഷ് എന്നിവരുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പൈങ്കുളം ഇർഷാദ് സ്കൂളിന് സമീപം നിയന്ത്രണം വിട്ട കാർ മരത്തിലിടിച്ച് യുവാവിന് പരിക്കേറ്റു. പൈങ്കുളത്ത് സ്റ്റുഡിയോ നടത്തുന്ന ജോഷിക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റ ജോഷിയെ തൃശൂരിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ചേലക്കരയിൽ നിന്നും പൈങ്കുളത്ത് വീട്ടിലേക്ക് പോവുകയായിരുന്ന ജോഷി സഞ്ചരിച്ചിരുന്ന കാർ നിയന്ത്രണം വിട്ട് മരത്തിലിടിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ മരം രണ്ടായി മുറിഞ്ഞു. വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ റോഡരികിൽ നിന്ന യുവാവിനെ ബസ് തട്ടുന്ന CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ ദിവസമാണ് ഓട്ടുപാറ PM ട്രേഡേഴ്സിലെ ജീവനക്കാരനായ ഓട്ടുപാറ സ്വദേശി ഗിരീഷിനെ റോഡരികിൽ നിൽക്കുമ്പോൾ അശ്രദ്ധമായി വന്ന സ്വകാര്യ ബസിന്റെ വശം തട്ടിയത്. അപകടത്തെ തുടർന്ന് ഗിരീഷ് തെറിച്ചു വീഴുന്ന CCTV ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. അപകടത്തിൽ ഗിരീഷിന് നെറ്റിയിൽ പരിക്കേറ്റു. സ്വകാര്യ ബസ്സുകളുടെ അമിതവേഗം സംബന്ധിച്ച് പരാതികൾ വ്യാപകമാണ്. ട്രാൻസ്ഫോമറിന് പോലീസ് സ്റ്റേഷൻ എന്ന പേരിട്ടത് വൈദ്യുതി വകുപ്പ് മന്ത്രി ഇടപെട്ട് മാറ്റി. മാള പോലീസ് സ്റ്റേഷനിൽ നിന്ന് 100 മീറ്റർ ദൂരെയുള്ള ട്രാൻസ്ഫോമറിനാണ് പേരുമാറ്റമുണ്ടായത്. പോലീസ് സ്റ്റേഷൻ എന്ന പേരിന് താഴെ അപകടം എന്നുകൂടി രേഖപ്പെടുത്തിയിരുന്നു. ക്രമസമാധാന പാലനം നടപ്പിലാക്കുന്ന പോലീസ് സ്റ്റേഷന്റെ പേര് ദുരുപയോഗം ചെയ്യരുതെന്ന് കാണിച്ച് പൊതുപ്രവർത്തകനായ ഷാൻഡി ജോസഫ് തട്ടകത്ത് വൈദ്യുതി വകുപ്പ് മന്ത്രിക്ക് നൽകിയ പരാതിയിലാണ് പേര് മാറ്റാൻ നിർദ്ദേശമുണ്ടായത്. പോലീസ് സ്റ്റേഷൻ എന്ന പേരിന് പകരം മാള PS എന്നാക്കി മാറ്റി പരാതി പരിഹരിച്ചു. ഒറ്റനോട്ടത്തിൽ ട്രാൻസ്ഫോമറിൽ പോലീസ് സ്റ്റേഷൻ എന്ന ബോർഡ് ഇല്ലെങ്കിലും KSEBക്ക് തിരിച്ചറിയാൻ ചുരുക്കപ്പേരിലായി. മധ്യകാല യൂറോപ്പിലെ നാടകരൂപങ്ങളെ ഉള്ളടക്കത്തിലും അവതരണത്തിലും അനുകരിച്ച് വേദിയിൽ കാണികളെ പിടിച്ചിരുത്തി ചാവക്കാട് ഉപജില്ലാ കലോത്സവത്തിലെ ചവിട്ടുനാടകം ശ്രദ്ധേയമായി.
കേരളത്തിലെ ലത്തീൻ ക്രൈസ്തവരുടെ ഇടയിൽ പ്രചാരത്തിലുണ്ടായിരുന്ന ഒരു കലാരൂപമാണ് ചവിട്ടുനാടകം. കൊടുങ്ങല്ലൂരിന് വടക്ക് ചാവക്കാട് മുതൽ തെക്ക് കൊല്ലം വരെയുള്ള തീരപ്രദേശങ്ങളിലെ ലത്തീൻ കത്തോലിക്കരുടെ ഇടയിലാണ് ചവിട്ടുനാടകത്തിന് പ്രചാരം. പലകകൾ നിരത്തിയ അരങ്ങുകളിൽ അവതരിപ്പിക്കുന്നതിനാൽ തട്ടുപൊളിപ്പൻ എന്നും ഇതിന് പേരുണ്ട്. ചവിട്ടുനാടകം പ്രധാനമായും താണ്ഡവ പ്രധാനമാണ്. സൽകഥാപാത്രങ്ങൾക്കും ക്രൗര്യ സ്വഭാവമുള്ള കഥാപാത്രങ്ങൾക്കും പ്രത്യേകം ചുവടുകളുണ്ട്. വേഷവിധാനമാകട്ടെ കണ്ണഞ്ചിപ്പിക്കുന്നത്. പടയാളികളുടെ വേഷങ്ങൾ പഴയ ഗ്രീക്ക് റോമൻ ഭടന്മാരെ ഓർമ്മിപ്പിക്കുന്നതാണ്. ആമുഖം പറഞ്ഞു തുടങ്ങുന്ന ചവിട്ടുനാടകം സഭയ്ക്ക് വന്ദനം പറഞ്ഞാണ് അവസാനിപ്പിക്കുന്നത്. പ്രധാന വേദി ഒന്നിൽ HS ചവിട്ടുനാടകത്തോടു കൂടിയാണ് വേദി ഉണർന്നത്. 3 ഗ്രൂപ്പുകളാണ് HS വിഭാഗത്തിലുണ്ടായിരുന്നത്. സെന്റ് തെരേസ സ്കൂൾ ബ്രഹ്മകുളവും HSS വിഭാഗത്തിൽ അപ്പു മാസ്റ്റർ മെമ്മോറിയൽ സ്കൂൾ തൈക്കാടും A ഗ്രേഡോടുകൂടി 1ാം സ്ഥാനം നേടി. TCV ന്യൂസ്, ചാവക്കാട്. കുന്നംകുളം ഉപജില്ലാ കലോത്സവത്തിൽ ഹയർ സെക്കൻഡറി വിഭാഗം മംഗലം കളിയിൽ 1ാം സ്ഥാനം നേടി മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. ಆ ಮಾಣಿನಂಗರ ತಂಗಟಿ ಮದುಮ್ಮಳ ದುಡುಗೆ ಆ ಎಣ್ಣೆಯ ಮಂಜಳ ಕೊಂಡು ಪರುಡಗ മാണിനങ്കരക്ക്. ഗോത്ര നൃത്ത വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിയതിനു ശേഷം നടക്കുന്ന ആദ്യത്തെ കലാമത്സരമാണ് ഇത്തവണത്തേത്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ മാവിലൻ, മലവേട്ടവ എന്നീ ഗോത്ര സമുദായങ്ങളിലെ ഗോത്ര നൃത്തമാണ് മംഗലം കളി. കാതുകുത്തു കല്യാണം, പന്തല് കല്യാണം എന്നീ ആഘോഷവേളകളിലാണ് ഈ നൃത്തരൂപം അവതരിപ്പിക്കുന്നത്. ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര, ആ കുള്ളൂത്ത് നലിപ്പൊടുക മാണിനങ്കര. തുടിയാണ് പ്രധാന വാദ്യം. തുളുഭാഷയിലെ പാട്ടുകളാണ് പ്രധാനമായും ഉപയോഗിക്കുന്നത്. 2024 പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ ഉത്തരവ് പ്രകാരമാണ് 5 ഗോത്ര നൃത്തരൂപങ്ങൾ കലോത്സവത്തിലേക്ക് ഉൾപ്പെടുത്തിയത്. മംഗലം കളി, പണിയം നൃത്തം, ഇരുള നൃത്തം, മലപ്പുലയാട്ടം, പളിയ നൃത്തം എന്നിവയാണ് ഈ 5 കലാരൂപങ്ങൾ. ഇപ്പൊ മംഗലം കളി ഞങ്ങൾക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടിയിരിക്കുകയാണ്. അപ്പൊ ഭയങ്കര സന്തോഷം. ഞങ്ങൾ 1 മാസമായി ഇത് പ്രാക്ടീസ് ചെയ്ത് വരുന്നു. അപ്പോ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം. കാസർഗോഡ് സ്വദേശികളായ മഹേഷ് കപ്പള്ളി, സതീശൻ കപ്പള്ളി എന്നിവരാണ് പരിശീലകർ. കാസർഗോഡ് ജില്ലയിൽ മാവിലൻ മലവേട്ട സമയത്തിൽ കളിക്കുന്ന ഒരു കളിയാണ് മംഗലം കളി. അതായത് കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. കല്യാണത്തിന്റെ തലേദിവസം കളിക്കുന്നുണ്ട്, കല്യാണക്കളി എന്നും ഇത് അറിയപ്പെടുന്നുണ്ട്. ഒരു പ്രതിഷേധമായിട്ടും അവരെ ഗോത്രത്തിന്റെ തനതായ കലാരൂപമായിട്ടാണ് ഇത് കണ്ടുവരുന്നത്. മാവിലൻ സമുദായത്തിന്റെ സംസ്കാരവും അവർ അനുഭവിച്ച കഷ്ടപ്പാടുകളും വിവാഹ ആഘോഷങ്ങളുമാണ് മംഗലം കളിപ്പാട്ടിലെ പ്രതിപാദ്യ വിഷയങ്ങൾ. TCV, എരുമപ്പെട്ടി. ജൈവ കൃഷി പ്രോത്സാഹിപ്പിച്ചും ലഹരിക്കെതിരെ പോരാടിയും കഴിഞ്ഞ 38 വർഷമായി കലോത്സവങ്ങളിലെ സജീവ സാന്നിധ്യമാണ് AK സലീംകുമാർ. ഇക്കാലയളവിൽ ഇദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതെ ചാവക്കാട് ഉപജില്ലയിൽ ഒരു മേളകളും നടന്നിട്ടില്ല. വൈലത്തൂർ AMLP സ്കൂളിലെ റിട്ടയേർഡ് പ്രധാന അധ്യാപകനാണ് സലീംകുമാർ. 1986 അധ്യാപക ജീവിതം ആരംഭിച്ചതു മുതൽ കലോത്സവങ്ങളിലും ശാസ്ത്ര, കായിക, IT മേളകളിലും പ്രഥമ സ്ഥാനീയനാണ്. രാവിലെ മത്സരാർത്ഥികൾ എത്തുന്നതിന് മുൻപേ ഇദ്ദേഹം എത്തിയിരിക്കും. വെറും കൈയോടെ ആയിരിക്കില്ല വരവ്. കാവത്ത്, പപ്പായ, മാങ്ങ, ചക്ക, കപ്പ, ചമ്മന്തി എന്നിങ്ങനെയുള്ള എന്തെങ്കിലും കരുതിയിരിക്കും. പാഷൻ ഫ്രൂട്ട് ഉപയോഗിച്ച് പ്രത്യേകം തയ്യാറാക്കുന്ന ജൈവജലവും ഉണ്ടാകും. പ്രിയപ്പെട്ടവർക്കെല്ലാം ഇത് നൽകി വേദികളിൽ നിന്ന് വേദികളിലേക്കുള്ള ഓട്ടമാകും. കാണുന്നവരോടെല്ലാം കുശലം പറഞ്ഞുള്ള ഓട്ടത്തിനിടയിൽ ലഹരിക്കെതിരെയുള്ള വാചക കസർത്തിന് ഒരു കുറവും ഉണ്ടാകില്ല. വീട്ടിൽ നിന്ന് വേവിച്ച് തൊലി കളഞ്ഞ് കൊണ്ടുവരുന്ന കാവത്തും കപ്പയുമെല്ലാം കഴിക്കുന്നതിനിടയിൽ ജൈവകൃഷിയുടെ പ്രാധാന്യവും കടന്നുവരും. ഒരിക്കൽ രുചിയറിഞ്ഞവർ കണ്ടാൽ ഓടിയെത്തും. രാമച്ച തൊപ്പിയാണ് ഇദ്ദേഹത്തിന്റെ മുഖമുദ്ര. കൂടാതെ രാമച്ച വിസറിയും രാമച്ച ചെരുപ്പും ഉണ്ടാകും. ശുഭ്രവസ്ത്രത്തിൽ തോളിൽ ഒരു ബാഗുമായി ഈ അധ്യാപകൻ കലോത്സവത്തിലെ വേറിട്ട കാഴ്ചയാണ്. 36 വർഷത്തെ അധ്യാപക ജീവിതത്തിൽ നിന്ന് 2 വർഷം മുമ്പ് വിരമിച്ചെങ്കിലും കലോത്സവങ്ങളിലെ പതിവ് മുടക്കിയിട്ടില്ല. ജില്ലയിൽ നടന്ന 4 സംസ്ഥാന കലോത്സവങ്ങളിലും പ്രധാന ചുമതലയോടെ മികച്ചതാക്കാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്ന് സലീംകുമാർ പറഞ്ഞു. ഈ കലോത്സവങ്ങളുടെ മാനുവൽ ശാസ്ത്രീയമായി പരിഷ്കരിക്കണം. ചില ഇനങ്ങളുമായി ബന്ധപ്പെട്ട്, ഇപ്പോ തനത് നഗരവുമായി ബന്ധപ്പെട്ട് നാടോടി നൃത്തം പറയുന്ന പോലെ തന്നെ
സാംസ്കാരിക മികവുണ്ടാക്കുന്ന വ്യത്യസ്ത തലങ്ങളിലുള്ള കലോത്സവങ്ങളിലെ ഇനങ്ങൾ ഇനിയും കൂട്ടിച്ചേർക്കേണ്ടതുണ്ട്. ഏറെക്കുറെ വ്യത്യസ്ത മേഖലയിലുള്ള ജാതിമത അടിസ്ഥാനത്തിൽ ഉൾപ്പെടെയുള്ള ചില കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലും അതിനെല്ലാം തന്നെ സാംസ്കാരിക മൂല്യം നൽകുന്ന രീതിയിലാണ് കലോത്സവങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാലാകാലങ്ങളായി പരിഷ്കരിക്കുന്ന കൂട്ടത്തിൽ ഇതിന്റെ സോഴ്സ് ഓഫ് ഇൻകം കണ്ടെത്തുന്നതിന് ഉൾപ്പെടെ ചില കാര്യങ്ങൾ നമുക്ക് നടപടിക്രമങ്ങളിൽ മാറ്റം വരുത്തേണ്ടതുണ്ട് എന്നൊരു അഭിപ്രായമാണ് അതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത്. ഇതുവരെ പങ്കെടുത്ത കലോത്സവങ്ങളിലും മേളകളിലും നെഞ്ചോട് ചേർത്ത് വെച്ച ബാഡ്ജുകളെല്ലാം അമൂല്യനിധിയായി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 2006 മികച്ച അധ്യാപകനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ അവാർഡും 2 തവണ വടക്കേക്കാട് പഞ്ചായത്തിൻ്റെ മികച്ച കർഷകനുള്ള അവാർഡും 2018 ചാവക്കാട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ആത്മ അവാർഡും നേടിയിട്ടുണ്ട്. ജൈവ ഭക്ഷണ രീതിയും വ്യായാമവുമാണ് 59ലും ചുറുചുറുക്കോടെ ആരോഗ്യവാനായി കലോത്സവങ്ങളിൽ ഓടി നടക്കാൻ കഴിയുന്നതെന്നാണ് സലിം കുമാറിൻ്റെ ഭാഷ്യം. TCV ന്യൂസ്, ഗുരുവായൂർ. ഗുരുവായൂർ ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന ചാവക്കാട് ഉപജില്ലാ കലോത്സവ വേദിയിൽ ആദ്യമായി ഗോത്രകലയായ മംഗലം കളി അരങ്ങേറി. 12 മുതൽ 16 പേർ വരെ അടങ്ങുന്ന സംഘമാണ് കലാരൂപം അവതരിപ്പിച്ചത്. തനതായ വേഷവും ഭാഷയും അവതരണത്തിൽ ഉൾപ്പെടുത്തിയ പ്രാചീന ഉപകരണങ്ങളും മംഗലം കളിയെ വേറിട്ട് നിർത്തി. ഹൈസ്കൂൾ വിഭാഗത്തിൽ 2ഉം ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 1 ടീമുമാണ് മത്സരിച്ചത്. ഹൈസ്കൂൾ വിഭാഗത്തിലും ഹയർ സെക്കൻഡറി വിഭാഗത്തിലും മമ്മിയൂർ LF സ്കൂൾ 1ാം സ്ഥാനം നേടി. ചാലക്കുടി നഗരസഭയുടെ ആഭിമുഖ്യത്തിൽ പത്മഭൂഷണം കെ രാഘവൻ തിരുമുൽപ്പാടിന്റെ 14ാം അനുസ്മരണവും പുരസ്കാര വിതരണവും നടന്നു. ജൂബിലി ഹാളിൽ സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം നിർവഹിച്ചു. രാഘവൻ തിരുമുൽപ്പാട് സ്മാരക പുരസ്കാരം ഡോക്ടർ P. റാം മനോഹറിന് MLA സമ്മാനിച്ചു. മുൻ MP പ്രൊഫസർ സാവിത്രി ലക്ഷ്മണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. നഗരസഭാ ചെയർമാൻ എബി ജോർജ് അധ്യക്ഷത വഹിച്ചു. വൈസ് ചെയർപേഴ്സൺ ആലിസ് ഷിബു, തിരുമുൽപ്പാട് ഫൗണ്ടേഷൻ ജനറൽ കൺവീനർ MD ജെയിംസ്, അഡ്വക്കേറ്റ് ബിജു ചിറയത്ത്, പ്രതിപക്ഷ നേതാവ് CS സുരേഷ് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂരിൽ വയോധികൻ പുഴയിൽ ചാടി മരിച്ചു. VP തുരത്ത് സ്വദേശി പുളിക്കലകത്ത് വീട്ടിൽ 70 വയസ്സുള്ള അബ്ദുൽ കരീമാണ് മരിച്ചത്. കോട്ടപ്പുറം പാലത്തിന് മുകളിൽ നിന്നും ഇയാൾ ചാടുന്നത് കണ്ട് പുഴയിൽ മത്സ്യബന്ധനം നടത്തുകയായിരുന്ന തൊഴിലാളികൾ രക്ഷാപ്രവർത്തനം നടത്തിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൊടുങ്ങല്ലൂർ പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. മുല്ലശ്ശേരി പറമ്പൻതളി ക്ഷേത്ര പരിസരത്ത് അജ്ഞാത ജീവിയുടെ സാന്നിധ്യം കാണുകയും നിരവധി പേർക്ക് കടിയേൽക്കുകയും ചെയ്ത സംഭവത്തിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലം സന്ദർശിച്ചു. പറമ്പൻതളി ക്ഷേത്രത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ കുറുനരി വിഭാഗത്തിൽപ്പെട്ട ജീവിയാണെന്നാണ് പ്രാഥമിക നിഗമനം. അതേസമയം പൊതുജനങ്ങൾ ജാഗ്രത പുലർത്തണമെന്നും സ്വകാര്യ വ്യക്തികളുടെ പറമ്പുകളിൽ കാടുപിടിച്ച സ്ഥലങ്ങൾ വെട്ടിവൃത്തിയാക്കണമെന്നും രാത്രികാലങ്ങളിൽ വെളിച്ചമില്ലാത്ത സ്ഥലങ്ങളിൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്നും ഉദ്യോഗസ്ഥർ പറഞ്ഞു. പട്ടിക്കാട് സ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ K. പ്രസാദിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സ്ഥലത്തെത്തിയത്. പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീദേവി ജയരാജൻ, വാർഡംഗം ശ്രീദേവി ഡേവിസ്, ക്ഷേത്രം മാനേജർ MV രത്നാകരൻ എന്നിവരും വനം വകുപ്പ് സംഘത്തിന് ഒപ്പമുണ്ടായിരുന്നു. 4 ദിവസങ്ങളിലായി കൊടകരയിൽ നടന്നുവന്ന ചാലക്കുടി വിദ്യാഭ്യാസ ഉപജില്ലാ സ്കൂൾ കലോത്സവം സമാപിച്ചു. KK രാമചന്ദ്രൻ MLA സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് VS പ്രിൻസ് അധ്യക്ഷത വഹിച്ചു. കൊടകര പഞ്ചായത്ത് പ്രസിഡന്റ് അമ്പിളി സോമൻ സമ്മാനദാനം നിർവഹിച്ചു. ചാലക്കുടി AEO PB നിഷ, ഡോക്ടർ PC സിജി, M. സുധീർ, MK ഡെയ്നി തുടങ്ങിയവർ സംസാരിച്ചു. കുന്നംകുളം സബ് ജില്ലാ കലോത്സവത്തിൽ വഞ്ചിപ്പാട്ട് മത്സരത്തിൽ ഇത്തവണയും 1ാം സ്ഥാനം കരസ്ഥമാക്കി കുന്നംകുളം മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ. കഴിഞ്ഞ തവണ സംസ്ഥാനതലത്തിൽ A ഗ്രേഡ് നേടിയിരുന്നു. +2 വിദ്യാർത്ഥിയായ ഷിഫ്ന ഷെറിനാണ് മുൻപാട്ടും. അതിഷ, മൃദുല, മാളവിക, അലീന, ഗായത്രി, ശ്രീപ്രിയ, അതുല്യ, അന്ന, ഋതിക എന്നിവർ പിൻപാട്ടും പാടി. ആറന്മുള സ്വദേശി ശരത്താണ് പരിശീലകൻ. കൂട
തിരുവനന്തപുരം ആറ്റിങ്ങലിൽ നടന്ന സംസ്ഥാന മാസ്റ്റേഴ്സ് മീറ്റിൽ തൃശൂർ ജില്ലയ്ക്കു വേണ്ടി മെഡലുകൾ വാരിക്കൂട്ടി വല്ലച്ചിറ സ്വദേശി NK മുരളീധരൻ 4x400 മീറ്റർ റിലേയിൽ സ്വർണ്ണ മെഡലും ലോങ് ജമ്പിൽ വെള്ളി മെഡലും 100 മീറ്റർ ഓട്ടത്തിൽ വെങ്കല മെഡലും മുരളീധരൻ കരസ്ഥമാക്കിയത്. ഇതോടെ 2025 ദേശീയ മീറ്റിലേക്ക് മുരളീധരൻ യോഗ്യത നേടി. കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹായുടെ ഭാരത പ്രവേശന തിരുനാൾ ആഘോഷിച്ചു. അടിവാരം പള്ളിയിൽ നിന്നും സഹവികാരി ഫാദർ ജോഷി പുതുശ്ശേരിയുടെ നേതൃത്വത്തിൽ കുരിശുമുടിയിലേക്ക് പ്രദക്ഷിണം നടന്നു. കുരിശുമലയിലെ ദിവ്യബലിക്ക് ഫാദർ വിൽസൺ മുക്കണാമ്പറമ്പിൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. നേർച്ച ഭക്ഷണ വിതരണവും ഉണ്ടായിരുന്നു. കൈക്കാരന്മാരായ ജോസ് വെട്ടുമണിക്കൽ, ആന്റണി കൊട്ടേക്കാട്ടിൽ, ജോജു ചുള്ളി തുടങ്ങിയവർ നേതൃത്വം നൽകി. പ്രസിദ്ധമായ നെള്ളൂർ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ പൂയം വർണ്ണാഭമായി. ക്ഷേത്ര ചടങ്ങുകൾക്ക് ശേഷം കുനിശ്ശേരി അനിയന്മാരാരുടെ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെ ശീവേലി എഴുന്നള്ളിപ്പ് നടന്നു. തുടർന്ന് 22 ദേശങ്ങളിൽ നിന്നും വർണ്ണക്കാവടികൾ ക്ഷേത്ര സന്നിധിയിൽ എത്തിച്ചേർന്നു. കേളത്ത് സുന്ദരന്മാരാരുടെ പാണ്ഡിമേളത്തിന്റെ അകമ്പടിയിൽ കാഴ്ച ശീവേലി നടന്നു. എഴുന്നള്ളിപ്പിൽ 3 ഗജവീരന്മാർ അണിനിരന്നു. ക്ഷേത്രം തന്ത്രി പടിഞ്ഞാറിടത്ത് വിഷ്ണു ഭട്ടതിരിപ്പാട്, മേൽശാന്തി ശശിധരൻ എന്നിവർ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭ അയ്യപ്പ ഭക്തന്മാർക്ക് വിശ്രമ കേന്ദ്രമൊരുക്കി. ശ്രീകുരുമ്പ ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ പ്രത്യേകം സജ്ജമാക്കിയ കേന്ദ്രത്തിൽ അയ്യപ്പ ഭക്തന്മാർക്ക് വിരിവയ്ക്കുന്നതിന് സൌകര്യവും ഭക്ഷണവും കുടിവെള്ളവും എല്ലാ ദിവസവും സജ്ജമാക്കിയിട്ടുണ്ട്. അത്യാവശ്യ ഘട്ടങ്ങളിൽ മരുന്നും ചികിത്സാ സൌകര്യങ്ങളും ലഭ്യമാണ്. നഗരസഭാ ചെയർപേഴ്സൺ TK ഗീത ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ VS ദിനൽ അധ്യക്ഷത വഹിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ലത ഉണ്ണികൃഷ്ണൻ, LC പോൾ, KR ജൈത്രൻ, TS സജീവൻ, നഗരസഭാ സെക്രട്ടറി NK വ്രജ, ഹെൽത്ത് സൂപ്പർവൈസർ രാജീവ് എന്നിവർ സംസാരിച്ചു. അൻസിലിന്റെ 10ാം രക്തസാക്ഷിത്വ ദിനം വാടാനപ്പള്ളിയിൽ സമുചിതമായി ആചരിച്ചു. സ്മൃതി മണ്ഡപത്തിൽ AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പറേരി പതാക ഉയർത്തി. സതീഷ് വാലപ്പറമ്പിൽ അധ്യക്ഷത വഹിച്ചു. പൊതുസമ്മേളനം റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ബിനോയ് ഷബീർ അധ്യക്ഷത വഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ, NK സുബ്രഹ്മണ്യൻ, KV വിനോദൻ, VR മനോജ്, രാകേഷ് കണിയാമ്പറമ്പിൽ, അഷ്റഫ് വലിയകത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ഭാഗവത സത്ര സമിതിയുടെ 41ാമത് അഖില ഭാരത ഭാഗവത മഹാസത്രം ഡിസംബറിൽ ഗുരുവായൂരിൽ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ഡിസംബർ 18 മുതൽ 31 വരെയാണ് സത്രം. 18-ന് രാവിലെ ക്ഷേത്രം തന്ത്രി ചേന്നാസ് ദിനേശൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ ഗണപതി ഹോമത്തോടെ തുടങ്ങും. 19-ന് വൈകിട്ട് സത്ര സമാരംഭ സഭ നടക്കും. 31-ന് യജ്ഞം സമർപ്പിക്കും. സത്രസമിതി പ്രസിഡന്റ് K ശിവശങ്കരൻ, സെക്രട്ടറി TG പത്മനാഭൻ, ശിവൻ പാലിയത്ത്, മണിസ്വാമി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുണ്ടൂരിൽ ടെമ്പോ കത്തി നശിച്ചു. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിന് സമീപം പ്രവർത്തിക്കുന്ന സെന്നാൻസ് ഇലക്ട്രോ കളർ പ്രൊഡക്റ്റ് എന്ന സ്ഥാപനത്തിലെ ടെമ്പോയാണ് കത്തി നശിച്ചത്. ഫയർഫോഴ്സ് എത്തിയാണ് തീ കെടുത്തിയത്. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. മുന്നറിയിപ്പില്ലാതെ പീച്ചി ഡാം തുറന്നുവിട്ട് മനുഷ്യനിർമ്മിത പ്രളയമുണ്ടാക്കി 110 ദിവസം കഴിഞ്ഞിട്ടും നഷ്ടപരിഹാരം നൽകാത്തതിൽ പ്രതിഷേധിച്ച് INTUC പാണഞ്ചേരി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. INTUC ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി സത്യാഗ്രഹ സമരം ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് ബാബു പാണങ്കുടി അധ്യക്ഷത വഹിച്ചു. ജില്ലാ ഭരണകൂടം കണക്കാക്കിയ 43 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകുമെന്ന് പറഞ്ഞ റവന്യൂ മന്ത്രി K രാജൻ വാക്ക് പാലിക്കണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി പറഞ്ഞു. DCC എക്സിക്യൂട്ടീവ് മെമ്പർ KC അഭിലാഷ്, KPCC മെമ്പർ ലീലാമ തോമസ്, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ബാബു തോമസ്, മണ്ഡലം പ്രസിഡന്റ് KP ചാക്കോച്ചൻ, KP എൽദോസ് തുടങ്ങിയവർ സംസാരിച്ചു.
കുന്നംകുളം കക്കാട് ശ്രീ മഹാഗണപതി ക്ഷേത്രത്തിൽ അയ്യപ്പൻ വിളക്ക് വെള്ളിയാഴ്ച ആഘോഷിക്കും. തന്ത്രിമാരായ തെക്കേടത്ത് ശശിധരൻ നമ്പൂതിരി, അണ്ടലാടി പരമേശ്വരൻ നമ്പൂതിരി എന്നിവർ ചടങ്ങുകൾക്ക് മുഖ്യ കാർമ്മികത്വം വഹിക്കും. അയ്യപ്പൻ വിളക്കിനോടനുബന്ധിച്ച് ക്ഷേത്രത്തിൽ 3 നേരവും അന്നദാനമുണ്ടായിരിക്കും. പ്രസിഡന്റ് കെ സുബേദാസ്, സെക്രട്ടറി സുനീഷ് ആയിനിപ്പുള്ളി, OA പരമൻ, രാജീവ് തറയിൽ, കെ മണികണ്ഠൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 7115 രൂപ, പവന് 56,920 രൂപ, വെള്ളി ഗ്രാമിന് 99 രൂപ, പ്ലാറ്റിനം ഗ്രാമിന് 3301 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. പ്രധാന വാർത്തകൾ വീണ്ടും. ഉപതെരഞ്ഞെടുപ്പ് ഫലം കാത്ത് കേരളം. വോട്ടെണ്ണൽ ശനിയാഴ്ച. വിജയപ്രതീക്ഷയിൽ മുന്നണികൾ. പഴുവിൽ CPI ലോക്കൽ കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച കേസിൽ 11-അംഗ ഗുണ്ടാസംഘം അറസ്റ്റിലായി. ഇരിങ്ങാലക്കുട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത്. ചലച്ചിത്ര നടൻ മേഘനാഥന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം ഷൊർണൂരിലെ വീട്ടുവളപ്പിൽ നടന്നു. വിടവാങ്ങിയത് വില്ലൻ കഥാപാത്രങ്ങളെ അനശ്വരമാക്കിയ പ്രതിഭ. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.